ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കി വീണ്ടും ഇറാൻ US പോരാട്ടം മുറുകുകയാണ്. ലോകത്താകെ ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 ഭാഗവും കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്ക നഷ്ടപരിഹാരം നൽകാതെ ഇനി ഹോർമൂസ് തുറക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് രാജ്യം. ഇറാൻ വിദേശകാര്യമന്ത്രി US മുമ്പിൽ വെച്ച നിബന്ധനകൾ നിസ്സാരമല്ല. ഇറാന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പൂർണ്ണമായും എടുത്തുകളയുക. കൂടാതെ മാസങ്ങളായി തുടരുന്ന യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക അർഹമായ നഷ്ടപരിഹാരം നൽകുക. അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുക. സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്ന് പിന്മാറുക എന്നിവയാണത്. ഇത്രയും കാര്യങ്ങളിൽ തീരുമാനമാകാതെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ ഇറാന് മറ്റൊരു ആവശ്യം കൂടിയുണ്ട്. ഇറാന്റെ സഖ്യരാജ്യങ്ങളായ ലെബനാൻ, ഫലസ്തീൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലും ആക്രമണം അവസാനിപ്പിക്കണമെന്ന് മുൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ആഗോളതലത്തിൽ വലിയ സമ്മർദ്ദമാണ് ഇറാനുമേലുള്ളത്. അയൽരാജ്യമായ ഒമാനുമായി ഇറാൻ ചർച്ചകൾ നടത്തുകയും കപ്പലുകൾ കടന്നു പോകേണ്ട വഴികളെക്കുറിച്ച് പ്രാഥമിക ധാരണയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും ഉപരോധത്തിൽ ഇളവുകളൊന്നും വന്നിട്ടില്ലെന്നതാണ് വസ്തുത. അതിനിടെ രാജ്യത്തിന്റെ സുരക്ഷയും വിദേശ നയവും ഏകോപിപ്പിക്കുന്ന സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി മുഹ്സിൻ ഡിസായി ചുമതലയേറ്റു എന്നതും പുതിയ വാർത്തയാണ്. പ്രസിഡന്റ് പെഷസ്കിയാന്റെ ഈ പുതിയ നീക്കം യുദ്ധമുഖത്ത് ഇറാൻ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. എന്നാൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾക്കിടയിൽ മറ്റൊരു വൻ ദുരന്തവും അരങ്ങേറുകയാണ്. ആഴ്ചകൾക്ക് മുമ്പ് സ്ഫോടനത്തിൽ തകർന്ന റഷ്യൻ ചരക്കു കപ്പലുകളിൽ നിന്നുള്ള എണ്ണച്ചോർച്ച കടലിൽ കൂടുതൽ മേഖലകളിലേക്കും വ്യാപിക്കുകയാണ്. ഇത് വൻ പരിസ്ഥിതി ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹോർമൂസ് ഇങ്ങനെ സുദീർഘമായി അടഞ്ഞുകിടക്കുന്നത് തുടർന്നാൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും വൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴി തുറക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. ശുഭപ്രതീക്ഷ തുടരുകയാണ്.